ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും വല്ലാത്ത ഡിപ്രഷൻ പോലത്തെ ഫീലിംഗ് വരുന്നു. ആൾ അത്ര നാളും സ്പോർട്സ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ സോഷ്യലി ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ആളായിരിക്കും. പക്ഷെ ഒരു ഡിസംബർ മാസം ഒരു തണുപ്പ് കാലമൊക്കെ എത്തുമ്പോഴേക്കും ആൾക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ടൊരു താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ വരുന്നെന്ന് പറഞ്ഞു. അതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ വളരെ ജോലിയിലൊക്കെ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. കാരണം ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല, എനർജി വരുന്നില്ല. ഒരു മാർച്ച് വരെയൊക്കെ അത് നീണ്ടുപോകുന്ന അവസ്ഥ. ഇതെല്ലാ വർഷവും വന്നു കഴിയുമ്പോഴേക്കും ആൾക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഇതിനി എല്ലാ വർഷവും ഇത് വരുമല്ലോ, എനിക്ക് മുന്നോട്ട് ഇത് ഡിഫിക്കൽട്ടായി തീരുമോ, ഇതിനേക്കാളും കൂടിയ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ഡിപ്രഷൻ മാറുമോ എന്നൊക്കെ ആൾ സംശയിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് ആകുക, നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോപ്പായി പോയി കാണും, നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, പ്ലസൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങുക. നമ്മൾ ആദ്യം അത് ചെയ്യുമ്പോൾ വളരെ മെക്കാനിക്കലായിട്ട് നമുക്ക് തോന്നും, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ. പക്ഷേ സ്ലോലി നമ്മൾ ഓരോ ദിവസവും പതുക്കെ പതുക്കെ എഫേർട്ട് ഇട്ട് നമ്മൾ പതിയെ നമ്മൾ മുൻപുണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് വളരെ പോസിറ്റീവായി മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്, ഈ വ്യക്തി പറഞ്ഞതാണ്, ഈ ഡിപ്രഷൻ വരുന്ന സാഹചര്യത്തിൽ വേറൊരു പ്രശ്നം കൂടി എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഞാൻ ഒരുപാടിരുന്ന് ആലോചിക്കും. കാരണം ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ, ഞാൻ വീട്ടിലധികം സമയം ഇരിക്കാൻ നോക്കും. അപ്പോഴിതെല്ലാം ഞാൻ ആലോചിച്ച് കൂട്ടും, എൻ്റെ കുറവുകളെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കും. പിന്നീട് എനിക്കതൊന്നും പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥയായി തീരും എന്ന് പറഞ്ഞു. നമ്മുടെ തോട്ട്സ് പലപ്പോഴും നമ്മുടെ വില്ലനാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മുടെ തോട്ട്സാണ്. നമുക്ക് പലർക്കും നെഗറ്റീവായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടുള്ള തിങ്കിങ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ആലോചിച്ചെടുത്തിട്ടോ എഫേർട്ട് എടുത്തിട്ടോ അല്ല, ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നമ്മളെ ആ ചിന്ത വല്ലാതെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ തോട്ട്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യണം. ഈ വ്യക്തി ചെയ്തത് ഇങ്ങനെ തോട്ട്സ് വരികയാണ്, അതായത് എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലാതാകുകയാണ്, ഞാൻ എല്ലാവർക്കും ഒരു ശല്യമാണെന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിച്ച് തുടങ്ങിയത്. അപ്പോൾ എന്താണ് ആ വ്യക്തി ചെയ്യേണ്ടത്? ആ തോട്ട്സിനെ ഒന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയ ആൾ, ശരിക്കും ഇങ്ങനെയാണോ, ഇതെൻ്റെ ഇപ്പോഴത്തെ ഒരു മൂഡ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തോന്നിപ്പോകുന്നതാണോ, അതോ റിയാലിറ്റിയിൽ ഞാൻ എല്ലാവർക്കും ഒരു ശല്യമാണോ എന്നാൾ ചിന്തിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടി. എന്നെ ആരും അങ്ങനെ പറയുന്നില്ല, എൻ്റെ വീട്ടിലുള്ള ആളുകളോ എൻ്റെ ഫ്രണ്ട്സോ ഒന്നും തന്നെ ഞാനൊരു ശല്യമാണെന്ന് പറയുന്നില്ല. എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ് അവർ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ആ വെറും ഒരു നെഗറ്റീവ് തോട്ട് മാത്രമാണ്, അതിനൊരു യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യമില്ലെന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ഇങ്ങനെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യുകയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്ത് മാറ്റുമ്പോഴാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാലാവസ്ഥ വ്യത്യാസം വരുമ്പോൾ, തണുപ്പ് കാലം വരുമ്പോൾ, അല്ലെങ്കിൽ ഇനാക്റ്റീവായി തീരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മൂഡിന് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. സ്ലോലി നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം.